PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്നലെ, അതായത് 2024 ഫെബ്രുവരി 1-ാം തീയതി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നമ്മുടെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി, അല്ലേ? അപ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇടക്കാല ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വരവ് ചെലവ് എത്ര ശതമാനം. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന മേഖല, ഏറ്റവും കൂടുതൽ ചെലവാകുന്ന മേഖല, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ, പിന്നെ കൂടാതെ നമ്മൾ കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ലൈവ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോസും നിങ്ങൾ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുദ്യോഗാർത്ഥികൾക്കും കൂടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഫസ്റ്റ് കമൻറ്റിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരവാണ് കേട്ടോ, വരവ്. ഓക്കെ, അപ്പോൾ 2023-ഉം 2024-ഉം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരവിൽ ആദ്യം ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 28% ആണ് കേട്ടോ, 28%. ഇത് 2023-24 എത്രയായിരുന്നു? 34%. എത്രയായിരുന്നു? 34%. ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ഇപ്പോൾ നിലവിൽ എത്രയാ? 28% പുതിയത് കേട്ടോ, 28%. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് 19% കേട്ടോ, 19%. ഇത് ആദ്യത്തെ 2023-24 ഇത് 15% ഇപ്പം നിലവിൽ എത്രയാണ്? 19% ഉള്ളത്. ഇനി തേർഡ് പൊസിഷനിൽ GST ആണ് നിൽക്കുന്നത്. GST ആൻഡ് അതർ ടാക്സസ് എന്ന് പറയുന്നത് 18% ആണ് നിലവിലുള്ളത്, 18%. ഇത് മുൻപ് എത്രയായിരുന്നു? 17% മുൻപുണ്ടായിരുന്നത്. ഓക്കെ, 18% ഇപ്പോൾ നിലവിൽ GST ആൻഡ് അതർ ടാക്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 17% ഏതാണ്? കോർപ്പറേഷൻ ടാക്സ് ആണ്. കോർപ്പറേഷൻ ടാക്സ് ഇത് മുൻപ് 15% കേട്ടോ. 2023-24 മുൻപ് 15% ഇപ്പോൾ നിലവിൽ കോർപ്പറേഷൻ ടാക്സ് 17% ആണ്, 17% വരുന്നത്. അത് കഴിഞ്ഞ് നോൺ ടാക്സ് റെസീപ്റ്റ്സ് ആണ് വരുന്നത്. നോൺ ടാക്സ് റെസീപ്റ്റ്സ് 7% ഇപ്പോൾ ഉള്ളത്. മുൻപ് ഇത് 6% കേട്ടോ. നോൺ ടാക്സ് റെസീപ്റ്റ്സ് 6% ഇപ്പോൾ അത് എത്രയാ? 7% എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് യൂണിയൻ എക്സൈസ് ടാക്സ്. യൂണിയൻ എക്സൈസ് ടാക്സ് നിലവിൽ 5%. മുൻപ് ഇത് എത്രയായിരുന്നു? 7% യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് 5% നിലവിലുള്ളത്. മുൻപ് ഇത് 7% അത് കഴിഞ്ഞ് വരുന്നത് കസ്റ്റംസ് ആണ് കേട്ടോ. കസ്റ്റംസ് 4% ആണ്. അത് 2023-24 എത്ര തന്നെയായിരുന്നു? 4% തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല. കസ്റ്റംസ് എന്ന് പറയുന്നത് 4% ആണ്. പിന്നെ വരുന്നത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. ഇത് 1% ആണ് ഇത്തവണ. മുൻപ് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? 2% ആയിരുന്നു. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് 2% ആയിരുന്നു. നിലവിൽ ഇത് 1% ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരവ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. 28% നിലവിലുള്ളത്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെയും കൂടെ ഓർത്തിരിക്കണേ, 34%. ഇനി ഏറ്റവും കുറവ് ഏതിൽ നിന്നാണ് വരവ് വരുന്നത്? ഏറ്റവും കുറവ് എന്ന് പറയുന്നത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് നിന്നും 1% മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഇത് 2% എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ളതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇൻകം ടാക്സ് എത്രയാ? 19% ആണ്. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് 5%, കോർപ്പറേഷൻ ടാക്സ് 17%, GST ആൻഡ് അതർ ടാക്സസ് 18%, കസ്റ്റംസ് 4%, നോൺ ടാക്സ് റെസീപ്റ്റ്സ് 7%. ഓക്കെ, അപ്പോൾ നമ്മുടെ വരവ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെലവിൻ്റെ ഭാഗം നോക്കാം. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് നോക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ചെലവ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് കഴിഞ്ഞ തവണ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആണ്.
ഇത്തവണ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും ഉണ്ട് 20%. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ ഉണ്ട്, സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് 2 മേഖലയാണ്. ഒന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും, 2 സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസും കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് 20% ആണ്, സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസും 20% ആണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന 2 ഭാഗമാണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസും 20% ആണ്. ഇനി അത് കഴിഞ്ഞ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്. 16% ആണ് കേട്ടോ. എത്രയാണ്? 16%. സെൻട്രൽ സെക്ടർ സ്കീംസ് എത്രയാണ് വരുന്നത്? 16% ആണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതർ എക്സ്പെൻഡിച്ചർ എത്രയാ? 9% ആണ്. അതർ എക്സ്പെൻഡിച്ചർ 9% ആണ്. അപ്പോൾ ഇത് മുൻപിലുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് 2023-24 എത്രയായിരുന്നു? 20 തന്നെയായിരുന്നു. ഓക്കെ, എന്നാൽ സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 2023-24 18%. അതർ എക്സ്പെൻഡിച്ചർ ഇപ്പം നിലവിൽ 9%, കഴിഞ്ഞ തവണ അത് 8% അതർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് എന്ന് പറയുന്നത് ഇവിടെ 8% നിലവിൽ. ഇത് മുൻപ് എത്രയായിരുന്നു? 9% സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്. അതുപോലെ ഇവിടെ ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് കൊടുത്തിട്ടുണ്ട്, 8% കേട്ടോ. ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് എത്രയാണ്? 8%. അത് മുൻപും എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 9% കഴിഞ്ഞ വർഷം 2023-24 ബജറ്റിൽ 9% ഇനി ഇവിടെ സബ്സിഡീസ് കൊടുത്തിട്ടുണ്ട്. അല്ല, അതിന് മുൻപ് ഡിഫൻസ് ഉണ്ട്. ഡിഫൻസ് 8% ആണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണയും എത്ര തന്നെയാണ്? 8% തന്നെയാണ് ഡിഫൻസ് വരുന്നത് കേട്ടോ, 8%. ഇനി സബ്സിഡീസ് 6% ആണ്. കഴിഞ്ഞ തവണ ഇത് 7% ആയിരുന്നു. 6% ആണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ തവണ 2023-24 7% ആണ്. പെൻഷൻ എന്ന് പറയുന്നത് 4%, ഇപ്പോഴും അതെ. കഴിഞ്ഞ തവണയും എത്ര തന്നെയാണ്? 4% തന്നെ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവിനത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും സ്റ്റേറ്റ്സ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസും ആണ്. എത്രയാ? 20%. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസും 20% ആണ് വരുന്നത്. സെൻട്രൽ സെക്ടർ സ്കീംസ് വരുന്നത് 16%. സെൻട്രൽ സെക്ടർ സ്കീംസ് 16% ആണ് വരുന്നത്. അതർ എക്സ്പെൻഡിച്ചർ 9%. ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സും സെൻട്രലി സ്പോൺസേർഡ് സ്കീംസും 8%. ഡിഫൻസും 8%. സബ്സിഡീസ് എന്ന് പറയുന്നത് 6% ആണ്. പെൻഷൻ എന്ന് പറയുന്നത് 4% ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ശതമാനങ്ങളൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കിയുള്ള നമുക്ക് പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വരവും ചെലവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് കാണാം. താങ്ക്